ഹായ്, വൈറ്റ് ഫെൻസിംഗ് ആണ്. നമ്മളെന്നുള്ളത് പാലക്കാട് ജില്ലയിൽ വടക്കഞ്ചേരി പണ്ടുള്ള സ്ഥലത്താണ്. നമുക്കിവിടെ ഏകദേശം സ്നേഹമതിലിൻ്റെ വർക്കാണ് വന്നിട്ടുള്ളത്. നമ്മൾ ഈ ഭാഗത്തൊക്കെ സ്ഥിരമായി വർക്ക് ചെയ്യാറുള്ള ഏരിയ തന്നെയാണ്. മുന്നേ ഈ ഭാഗത്ത് വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കസ്റ്റമറിന് ഭാവിയിലൂടെ വീട് കയറ്റാനുള്ള പരിപാടിയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അവർ സ്നേഹമതിൽ സജസ്റ്റ് ചെയ്തത്. സ്നേഹമതിലിൽ ഒരു ഡിസൈനുള്ള ടോപ്പാണ്, അതായത് ആർച്ച് മാതിരിയുള്ള ടോപ്പാണ് നമ്മളിന്നിവിടെ ഇട്ടിട്ടുള്ളത്. നോർമലി കൂടുതൽ ഇടാറ് ബീഡിങ് ഉള്ളതാണ്. പക്ഷേ ആർച്ച് മാതിരിയുള്ള ടോപ്പിന് എന്താ പ്രശ്നം എന്ന് വെച്ചാൽ വൺ സൈഡ് ബീഡിങ്ങേ വരുള്ളൂ. ഡിസൈനുള്ള ടോപ്പ് പ്ലെയിൻ ആയിട്ടുള്ള ടോപ്പ് ആകുമ്പോൾ നമുക്ക് ഡബിൾ സൈഡ് ബീഡിങ് വരും. അതുപോലെ തന്നെ സാധാരണ ചെയ്യാറുള്ള പോലെ 5 അടി അകലത്തിലാണ് നമ്മൾ പോസ്റ്റ് ഇട്ട് കോൺക്രീറ്റിൽ ഉറപ്പിച്ചിട്ടുള്ളത്. മതിലിൻ്റെ വർക്കാകുമ്പോൾ നമുക്ക് കോൺക്രീറ്റിൽ ഉറപ്പിക്കണം, കാരണം കുറച്ച് ലോഡ് കൂടുതലല്ല. അപ്പോൾ അതുകൊണ്ട് കോൺക്രീറ്റിൽ ഉറപ്പിക്കണം. അതുപോലെ 3 ഷീറ്റാണ് ഇട്ടിട്ടുള്ളത്. 5.25 അടി ഹൈറ്റ് സെയിം തന്നെയാണ് വരിക. ഈ ഷീറ്റിൽ ഇട്ടതിന് ശേഷം നമ്മൾ അതിൽ വരുന്ന ഗ്യാപ്പുകളെല്ലാം പോയിന്റ് ചെയ്തിട്ട് ഒറ്റ മതിലാക്കി എടുക്കും. അത് നിങ്ങൾക്ക് വീഡിയോയിൽ കാണിച്ചു തരാം, ഞാൻ വീഡിയോയിൽ കാണിക്കുന്നുണ്ട്. പ്ലോട്ടിലും ചെയ്യാറുള്ള പോലെ ഈ പ്ലോട്ടിലും നമ്മളൊരു ഗേറ്റ് വെച്ചിട്ടുണ്ട്. ഒരു 3 അടി ഗേറ്റാണ് വെച്ചിട്ടുള്ളത്. ഗേറ്റ് നമ്മൾ എന്തിനാണ് വെക്കുന്നതെന്ന് വെച്ചാൽ കസ്റ്റമറിന് പുറമെ നിന്ന് എടുക്കുമ്പോൾ ആ ഗേറ്റിൻ്റെ പൈസ, ലേബർ, വണ്ടി വാടക കൊടുക്കണം. നമ്മളാകുമ്പോൾ ആ ഗേറ്റിൻ്റെ മാത്രം പൈസ മതി. നമ്മുടെ പണിക്കാരെ വെച്ചിട്ട് തന്നെ നമുക്ക് ഫിറ്റ് ചെയ്യാൻ പറ്റും. അതുപോലെ ഭാവിയിൽ വീട് കയറ്റാനുള്ള പ്രോപ്പർട്ടി ആയ കാരണം കസ്റ്റമർ ഒരു ആവശ്യം ഒരു 4 ഇഞ്ച് സ്ലാബും കാലൊക്കെ 4 ഇഞ്ച് കൂടി കൂടുതൽ താഴ്ത്തിയിട്ട് വേണം ഇടണമെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ ഓൾറെഡി ഒരു ചാല് പോലെയൊക്കെ കോരിയിട്ട് 4 ഇഞ്ച് താഴ്ത്തിയിട്ടാണ് സ്ലാബ് ഇട്ടിട്ടുള്ളത്. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ സൈറ്റിലത്തെ വിശേഷങ്ങൾ. അപ്പോൾ നിങ്ങൾക്ക് ഇതിനെ പറ്റിയിട്ട് കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിൽ ഞാൻ താഴെ നമ്പർ കൊടുക്കുന്നുണ്ട്, അതിൽ കോൺടാക്ട് ചെയ്തോളൂ. അതുപോലെ ഇതിൻ്റെ ഫുൾ വീഡിയോ യൂട്യൂബിൽ ഇട്ടിട്ടുണ്ട്. അത് പോയിട്ട് കണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ എൻക്വയറീസ് എന്ത് വേണമെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ നമ്പറിൽ വാട്സപ്പിൽ മെസ്സേജ് അയക്കുക, അല്ലെങ്കിൽ കോൾ ചെയ്യുക, എന്ത് വേണമെങ്കിലും ചെയ്തോളൂ. അപ്പോൾ ഓക്കെ, താങ്ക് യു.